പണമുണ്ടെങ്കിൽ സന്തോഷം കിട്ടുമോ? എത്രയൊക്കെ സമ്പാദിച്ചാലും എന്തോ ഒരു കുറവുണ്ടല്ലോ എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൂടുതൽ സമ്പാദിക്കും തോറും പലപ്പോഴും നമുക്ക് സാമ്പത്തികമായൊരു ബുദ്ധിമുട്ടിലാണെന്ന് തോന്നാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ്. മതി എന്ന വാക്കിൻ്റെ ഒരു മനഃശാസ്ത്രമുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മധ്യവർഗത്തിൽപ്പെട്ട നമ്മളെല്ലാവരും നേരിടുന്ന പല പണക്കെണികളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയധികം കഷ്ടപ്പെട്ടിട്ടും സാമ്പത്തികമായി ഒരു മെച്ചമില്ലല്ലോ എന്ന് തോന്നുന്നത്? ഇത് മിക്കവാറും നമ്മളെല്ലാവരും എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ടാവും, അല്ലേ? ഇതിൻ്റെ ഉത്തരമുണ്ടല്ലോ, നമ്മൾ വിചാരിക്കുന്നതിനും വളരെ ലളിതമാണ്. അപ്പോൾ ആ ഉത്തരത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അത് ഒളിഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ പറയുന്ന മധ്യവർഗത്തിന്റെ പണക്കിണി എന്ന ഒന്നിലാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശമ്പളത്തിന്റെ കുറവുകൊണ്ടോ വരുമാനമില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല, മറിച്ച് നമ്മുടെ ഒരു ചിന്താരീതിയുടെ പ്രശ്നമാണ്. അപ്പോൾ എന്താണ് ഈ കെണി? നമ്മൾ എങ്ങനെയാണ് അറിയാതെ ഇതിൽ പോയി ചാടുന്നത്? വാ, നമുക്ക് നോക്കാം. ഈ കെണിയുടെ ഏറ്റവും വലിയൊരു കാരണം എന്താണെന്നറിയാമോ? പണ്ട് നമ്മൾ ലക്ഷറി അല്ലെങ്കിൽ ആഡംബരം എന്നൊക്കെ കരുതിയിരുന്ന പല കാര്യങ്ങളും ഇന്ന് നമ്മുടെ ജീവിതത്തിലൊരു സാധാരണം അല്ലെങ്കിൽ ഒരു ആവശ്യമായി മാറിയെന്നതാണ്. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു 10 വർഷം മുൻപത്തെ കാര്യമൊന്ന് ആലോചിച്ചു നോക്കിയേ. അന്ന് ഒരു ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് വലിയൊരു സംഭവമായിരുന്നു, ഒരു ലക്ഷറി ഐറ്റം, അല്ലേ? പക്ഷെ ഇന്നോ അതൊരു സാധാരണ കാര്യം, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത്യാവശ്യമുള്ള ഒന്നായി മാറി. അങ്ങനെ ഈ പുതിയ ആവശ്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അറിയാതെ ഒരു കളിയിൽപ്പെട്ടു പോകുന്നത്. അതാണ് ഈ പറയുന്ന സ്റ്റാറ്റസ് ഗെയിം. അതായത് മറ്റുള്ളവരെ കാണിക്കാൻ, സമൂഹത്തിൽ നമുക്കൊരു വിലയുണ്ടെന്ന് വരുത്തി തീർക്കാൻ, അതിനുവേണ്ടിയുള്ളൊരു ഓട്ടമാണ്, ഒരു മത്സരം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഈ കളിയിൽ ജയിക്കാൻ ഭയങ്കര പാടാണ്, ചിലപ്പോൾ അസാധ്യമാണ്. നമ്മളെല്ലാം എന്താ വിചാരിക്കുന്നത്? ഒരു വില കൂടിയ കാർ അല്ലെങ്കിൽ ഒരു പുതിയ ഫോൺ, ഇതൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ നമുക്ക് ഭയങ്കര വിലയും ബഹുമാനവും ഒക്കെ കിട്ടുമെന്ന്. നമ്മുടെ ജീവിതത്തിലെ വിജയമെന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ സാധനങ്ങളിലൂടെയാണ് മറ്റുള്ളവർ അളക്കുന്നത് എന്ന് നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞു വിശ്വസിപ്പിക്കും. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഓട്ടത്തിന്, ഈ ഒരു പ്രവണതയൊക്കെ വിവരിക്കാൻ ഒരൊറ്റ വാക്ക് മതി. അതാണ് ഈ കാണുന്നത്: അർത്ഥശൂന്യം. കാരണം നമുക്ക് വേണ്ട യഥാർത്ഥ സന്തോഷമോ ഒരു മനസ്സമാധാനമോ സംതൃപ്തിയോ ഒന്നും ഇതിലൂടെ കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഇതാണ്: നമ്മൾ എന്തിനാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്? മറ്റുള്ളവരെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ, അല്ലേ? പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും ആരും ഇംപ്രസ്ഡ് ആവുന്നില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ എന്ത് കാർ ഓടിക്കുന്നു, ഏത് ഫോൺ ഉപയോഗിക്കുന്നു എന്നൊന്നും മറ്റുള്ളവർക്ക് അത്ര വലിയ വിഷയമേ അല്ല. അവരതൊന്നും അത്ര ശ്രദ്ധിക്കുന്നു പോലുമില്ല. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: ഈ സ്റ്റാറ്റസ് ഗെയിമിൽ നിന്ന് പുറത്തു കടക്കാൻ വല്ല വഴിയുണ്ടോ? തീർച്ചയായുമുണ്ട്. അതിന് നമ്മൾ നമ്മളോട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കണം: എന്താണ് മതി? ഈ മതി എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നോക്കൂ, നമ്മൾ പത്രത്തിലും ടിവിയിലുമൊക്കെ വലിയ വലിയ കണക്കുകൾ കേൾക്കാറുണ്ട്. ഇതാ $84 ബില്യൺ. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ അക്കത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ഇല്ല. നമ്മുടെ വ്യക്തിപരമായ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇത്തരം ഭീമമായ സംഖ്യകൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല. അതൊക്കെ വെറും അക്കങ്ങൾ മാത്രം. അതുകൊണ്ട് കോടിക്കണക്കിന് രൂപയെക്കുറിച്ച് സ്വപ്നം കണ്ടു നടക്കുന്നതിന് പകരം നമുക്ക് വളരെ വ്യക്തിപരമായ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാം. അതാണ് മതി എന്ന വാക്കിൻ്റെ അർത്ഥം. എന്താണ് നമുക്ക് മതിയാവുന്നത്? അതായത് നമുക്ക് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ, അത്യാവശ്യം സൗകര്യങ്ങൾ എല്ലാമുണ്ട്. അതിൽ നമ്മൾ സന്തോഷവാനാണ്. മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി കൂടുതൽ വാങ്ങിക്കൂട്ടണം എന്നൊരു സമ്മർദ്ദവുമില്ലാത്തൊരവസ്ഥ, അതാണ് മതി. അപ്പോൾ ഈ പണക്കിണിയിൽ നിന്നൊക്കെ പുറത്തു വരാൻ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഏറ്റവും ശക്തമായ ഒരൊറ്റ ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് എത്രയാണ് മതിയാവുന്നത്? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ കണ്ടെത്തിയാൽ അത് നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ഒന്നായിരിക്കും. കാരണം ആ ചോദ്യത്തിന് നിങ്ങളൊരു ഉത്തരം കണ്ടെത്തുന്ന നിമിഷം, അതാണ് നിങ്ങളുടെ യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പ്. ഓർക്കുക, ഇത് ഒരുപാട് പണം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് നിങ്ങളുടെ കയ്യിലുള്ള പണത്തിന്മേൽ നിങ്ങൾക്ക് പൂർണ്ണമായൊരു നിയന്ത്രണം വരുന്നതിനെക്കുറിച്ചാണ്. ശരി, അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പുതിയ കാഴ്ചപ്പാടിലേക്ക് നമുക്ക് മാറാൻ പറ്റുക? അതിന് വളരെ ലളിതമായ 3 സ്റ്റെപ്പുകളുണ്ട്. സ്റ്റെപ്പ് 1: മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാനുള്ള ശ്രമം അങ്ങ് നിർത്തുക. കാരണം നമ്മൾ കണ്ടു, അതൊരു പാഴ്വേലയാണെന്ന്. 2: ആഡംബരത്തെ നമ്മളൊന്ന് പുനർനിർവചിക്കണം. അതായത് എല്ലാ ദിവസവും വേണ്ട ഒരു സാധനമല്ലാതെ വല്ലപ്പോഴും നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന, ആസ്വദിക്കാവുന്ന ഒന്നായി കാണുക. ഇനി മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം: നിങ്ങൾക്ക് മതി എന്ന് തോന്നുന്ന ആ അവസ്ഥ എന്താണെന്ന് കൃത്യമായി ഒന്നെഴുതി വെക്കുക. അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്നെല്ലാം നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? പ്രധാനമായും 3 കാര്യങ്ങൾ. 1: ആഡംബരം കാണിച്ച് മറ്റുള്ളവരെ ആകർഷിക്കാൻ നോക്കുന്നത് ഒരു പണക്കെണിയാണ്. 2: ഈ സ്റ്റാറ്റസ് ഗെയിം എന്ന് പറയുന്നത് അവസാനം നമുക്ക് ഒരു സംതൃപ്തിയും തരില്ല, അതൊരു അർത്ഥമില്ലാത്ത കളിയാണ്. ഏറ്റവും പ്രധാനം, നിങ്ങളുടെ വ്യക്തിപരമായ മതി എന്താണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നതാണ് യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട്
നിങ്ങൾക്കൊന്ന് ആലോചിക്കാനായി ഒരു ചോദ്യം കൂടി തരാം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസിന് വേണ്ടി നിങ്ങൾ സാധാരണയായി വാങ്ങുന്ന ഏതൊരു സാധനമാണ് ഇന്നു മുതൽ നിങ്ങൾക്ക് വേണ്ടാന്ന് വയ്ക്കാൻ കഴിയുക? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ചിലപ്പോൾ ചെറിയൊരു മാറ്റം വലിയ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നേക്കാം. അപ്പോൾ അടുത്ത തവണ പുതിയൊരു വിഷയമായി കാണാം.